കാര്യം പോലെ തന്നെ നായകന്മാരുണ്ടായിരിക്കും. ഈ ഫൈറ്റ് സീനിലൊക്കെ സാറിന് ഞെട്ടിച്ച് കളഞ്ഞ നായകന്മാരുണ്ടോ? ഫൈറ്റ് സീനില് നമ്മളെ ഞെട്ടിച്ചിട്ടുള്ള ഒരേ ഒരാള് മോഹൻലാലാണ്. ലാലേട്ടൻ ആയിട്ട് ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ ഓടൊപ്പം ഞാൻ അതിന് മുമ്പ് അസിസ്റ്റന്റ് ആയിരിക്കുമ്പോൾ കുറെ വർക്ക് ചെയ്തിട്ടുണ്ട്. വിഷ്ണു ലോകം, ഉള്ളടക്കം, അങ്ങനത്തെ സിനിമകളിലൊക്കെ ഞാൻ അസിസ്റ്റന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ സിനിമയ്ക്ക് കമൽ സാറിന്റെ പടങ്ങൾ അറിയാലോ, വളരെ അത്യാവശ്യമാണെങ്കിലേ ഫൈറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. ഒരു ഔട്ട് ആൻഡ് ഔട്ട് ആക്ഷൻ ഫിലിമിൽ ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു. തമ്പി കണ്ണന്താനം സാറിന്റെ മാന്ത്രികം എന്ന് പറഞ്ഞ സിനിമ. അപ്പം മാന്ത്രികം എന്ന് പറഞ്ഞ സിനിമയില് ഫൈറ്റ് എടുക്കുന്ന സമയത്ത് അതിന്റെ ഫൈറ്റ് മാസ്റ്റർ ഭയങ്കര ഈ റെസ്ലറാണ് അദ്ദേഹം ശരിക്കും ബേസിക്കലി. ലാലേട്ടനും റെസ്ലറായിരുന്നു കോളേജിൽ പഠിക്കുന്ന. അപ്പൊ റെസ്ലിങ്ങിന്റെ ഒരു സാധനം രണ്ടുപേരിലുള്ളത് കൊണ്ട് അവര് തമ്മിൽ ഭയങ്കര ജെല്ലായിട്ട് ആക്ഷൻ സീക്വൻസ് നടക്കും. അപ്പൊ ഞാൻ ഒരു അസോസിയേറ്റ് ഡയറക്ടർ, അതും ഫാമിലി സിനിമകളും ലവ് സ്റ്റോറീസും ഒക്കെ ചെയ്യുന്ന സിനിമകൾ ചെയ്തിട്ടുള്ള ഒരാള്, ഞാൻ അന്തം വിട്ടിട്ട് ഒരു ആക്ഷൻ സീക്വൻസ് കണ്ടു നിന്നിട്ടുള്ള ലാലേട്ടന്റെ. അത് ഒരു ചാടി വരുന്ന ഒരാളെ കാലുകൊണ്ട് കിക്ക് ചെയ്തിട്ട് ബെൻഡ് ചെയ്തിട്ട് അയാള് മലന്ന് ഇദ്ദേഹത്തിന്റെ പുറത്ത് വന്ന് ലാൻഡ് ചെയ്തിട്ട് പുറത്തിട്ട് അയാളെ തിരിച്ച് അയാളെ പുഷ് ചെയ്തിട്ട് താഴെ വീണതിന് മുമ്പ് കിക്ക് ചെയ്തിട്ട് അയാൾ ഒരു ഗ്ലാസ് ബ്രേക്ക് ചെയ്ത് പോകുന്ന സിംഗിൾ ഷോട്ട്. അപ്പൊ ഇത് ആദ്യം സൂപ്പർ സൂപ്പറായിരുന്നാണ് ഫൈറ്റ് മാസ്റ്റർ വരിക. അയാളിത് ഫുൾ ഷോട്ട് ചെയ്ത് കാണിച്ചു. അപ്പൊ ഞാൻ ലാലേട്ടനെ നോക്കി. അപ്പൊ എനിക്കറിയാം, തൊട്ട് അന്ന് രാവിലെ പുള്ളിക്ക് ഒരു സ്പാസം എന്തോ വന്നിട്ട് ഈ ബാക്കില് ഭയങ്കര പെയിനായിട്ട് അവിടെ കിടന്ന് പുള്ളിക്ക് എന്തോ ബാമ് ഇതൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഞാൻ കണ്ടാൽ നടുവേദനയായിട്ട് വന്നു നിൽക്കുന്ന ഒരു മനുഷ്യൻ, അയാൾക്ക് ജീവിതത്തിൽ ചെയ്യാൻ പറ്റാത്ത ഒരു സാധനമാണ് ഈ കാണിച്ചിരുന്നത്. പക്ഷെ ഈ ആക്ഷൻ ഇത് കാണിച്ചു പറഞ്ഞാൽ ആദ്യം കൈയടിക്കുന്നത് ലാലേട്ടൻ, പിന്നെ ആ സാധനം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇറ്റ്സ് ലൈക്ക് ഡാൻസിങ്. ഫൈറ്റ് അല്ല, അത് ഡാൻസാണ്. കറക്റ്റ് സെന്റർ ഒഴിഞ്ഞു പറഞ്ഞു ഇടിക്കുന്നു. നമ്മൾ വിചാരിക്കും കരാട്ടെ ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ സിനിമയിൽ നന്നായിട്ട് ഫൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കളറി പഠിച്ച സിനിമ പറ്റില്ല. സിനിമയുടെ ഫൈറ്റിന് വേറൊരു റിതമുണ്ട്. ആ റിതം കണ്ടെത്തുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പൊ ആ പടത്തിലെ ഫൈറ്റുകൾ ചെയ്യുന്ന സമയത്ത് ആ കട്ട് പറഞ്ഞ ഉടനെ ലാലേട്ടൻ തിരിഞ്ഞിട്ട് എന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കും. എന്റെ റിയാക്ഷനാണ് പുള്ളി അതിന്റെ ഒരു, കാരണം ഞാനിങ്ങനെ അന്തം വിട്ട് വായ വിളിച്ച് നിൽക്കുകയാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആ ഫൈറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് അപ്പൊ മധുബാലുണ്ട് ആ സിനിമയിൽ. മധുബാലിന്റെ അടുത്ത് നിൽക്കുമ്പോ ലാലേട്ടൻ വന്നിട്ട്, ഇവൻ എന്ത് ഫൈറ്റ് ഒന്നും കണ്ടിട്ടില്ല, ഇവൻ നോക്കി നിൽക്കണ കണ്ടു കഴിഞ്ഞാൽ ചെറിയ പിള്ളേരൊന്ന് ഹിന്ദി സിനിമയൊക്കെ കണ്ടിട്ട് അന്തം വിട്ട് നിൽക്കണവരെയൊക്കെ ഉണ്ട്. അപ്പൊ മധുബാലാണ് ലാലേട്ടനോട് പറഞ്ഞത്. അവൻ ചെയ്തിട്ടുള്ള മുഴുവൻ ഫാമിലി ഡ്രാമാസും കോമഡി സിനിമകളിലൊക്കെയാണ് അധികം പറഞ്ഞത്. ഇങ്ങനൊരു ഫൈറ്റ് അവൻ കണ്ടിട്ടില്ല. അപ്പൊ അത് എനിക്ക് വേറൊരാളിലും ആ ഫൈറ്റ് ചെയ്യുന്നതിലുള്ള ആ ഒരു താളം അധികം പേരിൽ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ സോളമന്റെ തേനീച്ചകളിൽ ഒരു ഫൈറ്റ് സീക്വൻസ് ആഡിസും